നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ അമ്മേ എന്താടാ? തറവാട്ടമ്പലത്തിൽ എന്റെ കല്യാണക്കത്ത് പൂജിക്കാൻ ഇവിടെ ആര് വന്നാലും വന്നില്ലെങ്കിലും ശ്രേയമായിട്ടുള്ള എന്റെ കല്യാണം നടക്കും. ചുമ്മാ കണ്ടവന്മാരെയൊക്കെ വിളിച്ച് നമ്മള് കാത്തിരിക്കണ ആരൊന്നുമില്ലല്ലോ. നമുക്ക് അമ്പലത്തിൽ പോയി പൂജ നടത്താം. നീ പറയുന്നതൊക്കെ ശരിയാ, പക്ഷേ ഒരു കുടുംബം ഉള്ളപ്പോ നമ്മള് മാത്രം പോകുന്നത് ശരിയല്ലല്ലോ. കുടുംബം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ഉപകാരമില്ലേ പിന്നെന്ത് ചെയ്യും? മൂത്ത മകന്റെ ഒരു കാര്യവും നോക്കാത്ത ഒരു കുടുംബം. നാളെ ഇങ്ങേർക്ക് എന്തെങ്കിലും പറ്റിയ ഞാനും കൂടെ അല്ലേ നോക്കണ്ടേ? പിന്നെ ഇങ്ങനെ കാറ്റം കാണാൻ പോയാൽ ഞാനല്ലേ കർമ്മം ചെയ്യാം. സ്വന്തം അച്ഛനെ പറ്റി സംസാരിക്കുന്ന വാക്കാണ്. സംസാരിക്കുമ്പോ സൂക്ഷിക്കണം. അനിയ, എന്തിനാ നിന്റെ ചോര ഇളക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നീ ആകാശേ, അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. നാണമില്ലാത്തവനാ. ഒരു പണിക്കും പോവാതെ തിന്നാൻ നേരാകുമ്പോ കയ്യും കഴിയുമെന്നങ്ങിരിക്കും. ഇടാനുള്ള ഷർട്ട് പോലും വാങ്ങണമെങ്കിൽ കൈ നീട്ടണം. അപ്പോഴാ കല്യാണം കഴിക്കാൻ പോകും. ബ്രോ വേണ്ട, അച്ഛന് നേരെ കൈ ചൂണ്ടാൻ നീ ആയിട്ടില്ല. ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ജനിച്ചവരിക്കാൻ മരിക്കണം, അതിന് പ്രപഞ്ച സത്യമോ? ഇയാളെ മാത്രം ചിരഞ്ജീവിയായിട്ട് ജീവിക്കാൻ പോകണം. ഞാൻ നിന്നോട് പറഞ്ഞു അച്ഛനെ പറ്റി ആവശ്യമില്ലാത്ത സംസാരിക്കരുത്. നിനക്ക് മനസ്സിലാവില്ല. വിട്ടുകട ആകാശേ, ഒരു വായില്ല കോടാലിയായവൻ. അതിന്റെ കോംപ്ലക്സാ. എനിക്കങ്ങനെ വിടാൻ പറ്റില്ല അച്ഛാ. വേണ്ട അക്കുചേട്ടാ, സ്വന്തം കുടുംബത്തിലുള്ളവരുടെ ജീവൻ പോവാൻ വേണ്ടി കാത്തിരിക്കുന്നവരാ. അവരോട് എന്തിനാ നമ്മൾ സംസാരിച്ചിട്ട്? ആരോടി ജീവൻ പോകുന്നത് കാണാൻ കാത്തിരിക്കുന്നത്? ഈ വീട്ടിൽ ഓരോരുത്തരെയും പറഞ്ഞ് തെറ്റിപ്പിച്ച് സമാധാനം കളഞ്ഞ് അത് കണ്ട് ആസ്വദിക്കുന്ന നീയാണോടി ഈ പറയുന്നേ? ഒരു മംഗളകരം ഈ വീട്ടിൽ നടക്കാൻ പോകുന്ന അറിഞ്ഞപ്പോ മോര് തുടങ്ങിയ ചൊറിച്ചിലേ വെക്ക്. അമ്മായി, മക്കള് തമ്മിൽ വഴക്കുണ്ടാവുമ്പോ അത് പറഞ്ഞു തിരുത്തി കൊടുക്കാതെ കണ്ടു നിൽക്കുന്ന ശരിയാണോ? ബാലമാമനോട് അരവിന്ദേട്ടന് ദേഷ്യം കാണും എന്ന് വെച്ച് അറം പറ്റുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. അല്ലാതെ അത് കേട്ട് നിൽക്കല്ല വേണ്ടത്, നല്ല അടി കൊടുക്കുക വേണ്ടത്. എന്റെ അമ്മയെ ഉപദേശിക്കാറായി നീ. ബ്രോ വേണ്ട, ചാരുവിനോട് വഴക്കുണ്ടാക്കിയ ഞാൻ ചുമ്മാ നോക്കി നിൽക്കില്ല. എന്താണ് നീ പറഞ്ഞേ? അമ്മയോട് എന്നെ അടിക്കാനോ? നിനക്ക് തോന്നുന്നുണ്ടോടി തുണിക്കച്ചവടക്കാരി എന്നെ അടിക്കാൻ? തോന്നുന്നെങ്കിൽ അടിക്കടി, അടിക്കാൻ. വലിഞ്ഞേറി വന്ന് തല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടാ. തല്ലാൻ. എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് നീ എന്ന് തീരുമാനിച്ചോ അന്നെന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിനക്കെന്നെ തല്ലണോ? തല്ലിക്കോ. നിന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയായിട്ട് ഞാനത് ഏറ്റുവാങ്ങിക്കൊള്ളാം. ആകാശിന്റെ ചാരുമോളുടെ നേർക്ക് നിന്റെ കൈ ഉയർന്ന വെട്ടി മാറ്റും ഞാൻ ആ കൈ. എല്ലാവരും കൂടി ചേർത്ത് എന്റെ മോനെ അങ്ങ് തല്ല്. എന്നിട്ട് അത് വാങ്ങി അവൻ മാനം നോക്കി നിൽക്കണോ? അതേടി, സ്വന്തം അച്ഛന്റെ മരണം ആഗ്രഹിക്കുന്ന ഇവനൊക്കെ കിട്ടണം. വല്യേട്ടനല്ലേ മനസാക്ഷിയില്ല സംസാരിച്ചേ? കൊല്ലടി, ഇവിടെ എല്ലാറ്റിനും കൊല്ല്. അമ്മയും മോനും ചേർന്ന് എന്നിട്ട് ആ ചോരയിൽ നിന്ന് എല്ലാറ്റിനും കല്യാണം നടത്ത്. നിന്റെയൊക്കെ ഉദ്ദേശം എനിക്കറിയാം. നിങ്ങൾക്ക് എന്തറിയാനാ?
സ്വന്തം മോന്റെ കല്യാണക്കത്ത് പൂജിക്കാൻ അമ്പലത്തിൽ വരില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ ഈ വിഷം ചീണ്ടിയ മനസ്സുണ്ടല്ലോ, അത് വെച്ച് പൊറുപ്പിക്കില്ല ഞാൻ. നിങ്ങൾക്ക് എന്ത് യോഗ്യത ഇവിടെ വന്ന് സംസാരിക്കാൻ? അച്ഛൻ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് എന്തിനാ വെറുതെ നിർബന്ധിക്കുന്നേ? അരവിന്ദിന്റെ കല്യാണം നടത്തില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലല്ലോ. ശ്രേയമായിട്ടുള്ള കല്യാണം നടക്കില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ. ഓഹോ, അമ്മേന്ന് വിളിച്ച് സാരിത്തുമ്പി തൂങ്ങി നടന്ന പെണ്ണ ഇവളെ വരെ മാറ്റിയെടുത്തു. എല്ലാവരുടെ ഉള്ളിലും വിഷം കുത്തിവെച്ചു. ഐശ്വര്യം കേട്ടവിടെ. നിനക്കിപ്പോ സന്തോഷമായല്ലോ അല്ലേ? നിർത്തണേ. ഇനി നീ മിണ്ടിയ നിനക്കും കിട്ടും. പിന്നെ നടക്കുന്നത് കല്യാണം ആയിരിക്കില്ല, വെള്ള പുതച്ച് കിടക്കേണ്ടി വരും.